This morning I'm very happy that we can all be together. നമുക്കൊന്നിച്ച് കൂടുവാൻ ദൈവം അവസരം തന്നതിനായി വളരെ സന്തോഷമുണ്ട് എനിക്ക്. I just want you to know God's presence is always with us. നമ്മളൊരു കാര്യം തിരിച്ചറിയണം, ദൈവത്തിന്റെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. But sometimes we are not able to receive or feel that presence. എന്നാൽ ചിലപ്പോൾ ആ സാന്നിധ്യത്തെ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നില്ല. Watch me, I'm going to demonstrate something. By the time the children get their stuff ready, I want to show you a CD for about 30-35 minutes today. By the time the children are getting ready, I want to tell you something about worship and the presence of God. Listen to me. ആമേൻ. കുഞ്ഞുങ്ങളെ CD ഒരുക്കുന്നതുവരെ ആരാധനയെ പറ്റിയും ദൈവ സാന്നിധ്യത്തെ പറ്റി ചില കാര്യങ്ങൾ പറയട്ടെ. When you're ready, let me know. ഹല്ലേലൂയ. Okay, God's presence is always here. എപ്പോഴും ദൈവ സാന്നിധ്യം ഇവിടെ ഉണ്ട്. When you said the Lord will never leave us or forsake us, that is true. He will never leave you. ആമേൻ. ഞാൻ നിന്നെ ഒരു നാൾ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞാൽ സത്യമാണ്. But ഒരിക്കലും ദൈവം some of us don't feel like God is there. എന്നാൽ ചിലപ്പോൾ നമുക്ക് തോന്നുന്നു ദൈവം അവിടെ ഇല്ല. You know why? എന്തുകൊണ്ടാണെന്ന് അറിയാം? I'm going to explain it to you. ഞാൻ നിങ്ങളെ വിശദീകരിക്കാൻ പോവാം. Let's say my daughter is here all the time. നോക്കുക, എൻ്റെ മകൾ ഇപ്പോൾ ഇവിടെ ഉണ്ട്. And I always love her. എപ്പോഴും ഞാൻ അവളെ സ്നേഹിക്കുന്നു. But let's say she goes and hits her hand against the wall strongly. ചിന്തിക്കുക, അവൾ അറിയാതെ കൈ ഭിത്തിയിൽ ഇടിച്ചാൽ Now what is she paining? Comfort or pain? ഇപ്പോൾ അവൾക്ക് ആശ്വാസമാണോ വേദനയാണോ? She is more conscious of the pain than the presence of her dad standing near her. ആമേൻ, ആമേൻ. ഇപ്പോൾ അവരെ വേദനപ്പെടുത്തുന്ന വേദനയിലാണ് അടുത്ത് നിൽക്കുന്ന പിതാവിനേക്കാൾ അവളുടെ ശ്രദ്ധ. So she thinks, Daddy, you're nowhere there. I can't see you. അതുകൊണ്ട് അപ്പോൾ ആ കുഞ്ഞു പറയും, ഓ ഡാഡിയെ ഞാൻ കാണുന്നില്ലല്ലോ. The pain is of more, she is more concerned about the pain than the presence of God. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യത്തെക്കാൾ അധികം നമ്മുടെ വേദനയോടുള്ള ബന്ധത്തിൽ നമ്മൾ ബന്ധപ്പെട്ടിരിക്കും. So she thinks, oh, Daddy has left me, because she's more conscious of the pain. ഹല്ലേലൂയ. വേദനയിൽ അധികം ശ്രദ്ധിക്കുന്നത് കൊണ്ട് ചിന്തിക്കുകയാണ്, പിതാവ് എന്നെ വിട്ടുപോയി. Saints, we serve a God who will never leave you. ആമേൻ. വിശുദ്ധന്മാരെ, നമ്മൾ സേവിക്കുന്ന ദൈവം ഒരു നാളും നമ്മളെ വിട്ടുപോകാത്തവനാണ്. You may not feel like it, ഒരുപക്ഷെ നമുക്ക് അങ്ങനെ തോന്നുന്നില്ലായിരിക്കാം. but he'll never leave you. എന്നാൽ ദൈവം ഒരിക്കലും നമ്മളെ വിട്ടു മാറത്തില്ല. Now we all make mistakes. നമുക്കെല്ലാം അബദ്ധങ്ങൾ പറ്റാം. Okay, we all do a lot of funny things. നമുക്ക് തെറ്റായ കാര്യം നമ്മൾ ചെയ്യാം. And we think that God has left us. നമ്മളപ്പോൾ ചിന്തിക്കും ദൈവം എന്നെ വിട്ടുപോയി. God never leaves you. ദൈവം നമ്മളെ വിടുന്നില്ല. The person who leaves you is you yourself. ആമേൻ. നിങ്ങളെ കൈവിടുന്നത് നിങ്ങൾ തന്നെയാണ്. You say, I don't think I can expect God to love me today because I was bad. നമ്മൾ പറയും, അയ്യോ ഞാൻ മോശം ചെയ്തുകൊണ്ട് ദൈവം എന്നെ സ്നേഹിക്കുന്ന എനിക്ക് പ്രതീക്ഷിക്കാൻ വയ്യ. Can you think of pastors? Can you think of powerful men of God who minister in the absence of, you heard a great man of God, a powerful minister of the Lord who ministers? For 3 years he ministered when his wife was filing a lawsuit against him. ആമേൻ. നിങ്ങൾക്കറിയാമോ, ശ്രേഷ്ഠനായ ഒരു ദൈവദാസൻ തന്റെ ഭാര്യ തനിക്കെതിരെ ലോസൂട്ട് ഫയൽ ചെയ്യുമ്പോൾ 3 വർഷക്കാലം താൻ കർത്താവിനെ ഏകാഗ്രതയോടെ സേവിച്ചു. I've told you about his wife came back 6 months ago. ഹല്ലേലൂയ. 6 മാസത്തിന് മുമ്പാണ് സഹോദരി മടങ്ങി വന്നത്. Hallelujah. Praise the Lord. Now the Bible says, think of God's mercy. The Bible says, if your wife is against you, your prayers will not be answered. ആമേൻ, ആമേൻ. ദൈവവചനം പറയുന്നു, നിങ്ങൾ ഭാര്യയും ഭർത്താവും ഏക മനസ്സോടെ പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടത്തില്ല. Okay? But think of this man's ministry. എന്നാൽ ഈ ദേവദാസന്റെ ശുശ്രൂഷ നോക്കുക. His wife was not with him, തന്റെ ഭാര്യ തന്നോട് കൂടെ but ഇല്ലായിരുന്നു. the Lord was with him. എങ്കിലും കർത്താവ് കൂടെ ഇരുന്നു. It is faith that matters, people of God. ഓ, നമുക്ക് ആവശ്യം വിശ്വാസമാണ്. Sometimes we may not feel comfortable all the time, നമുക്ക് എപ്പോഴും സുഖമായി തോന്നത്തില്ല. but God is always with you. എങ്കിലും ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. You may feel condemned. ഒരുപക്ഷേ കുറ്റബോധം തോന്നാം. Oh, everybody knows about my mistake. എന്റെ അബദ്ധം എല്ലാവരും അറിഞ്ഞല്ലോ. But don't worry about it. എന്നാൽ പേടിക്കണ്ട. God is a good God. ദൈവം നല്ല ദൈവമാണ്. He'll never leave you nor forsake you. ഒരിക്കലും നിങ്ങളെ കൈവിടുകയില്ല, So let's ഉപേക്ഷിക്കുകയില്ല. come back to this thing. അതുകൊണ്ട് നമുക്ക് മടങ്ങി വരാം. Supposing, let's say she has pain. ചിന്തിക്കുക, ഇവർക്ക് ഇപ്പോഴും വേദനയുണ്ട്. She hit her hand against the wall. ഹല്ലേലൂയ. തന്റെ കൈ ഭിത്തിക്ക് നേരെ നീട്ടുകയാണ്. But what will she do? അപ്പോൾ എന്ത് ചെയ്യും? She comes to me. എന്റെ അടുക്കലേക്ക് വരും. Daddy, my hand is paining, but I still want you. ഹല്ലേലൂയ. ഓ ഡാഡി, എന്റെ കൈക്ക് ഇപ്പോഴും വേദനയുണ്ട്, എങ്കിലും അതിന് എനിക്ക് അങ്ങേ വേണം. Many people think that God will accept them only if their hands don't pain. ആമേൻ. അനേകർ ചിന്തിക്കുന്നത് ഇതാണ്, കൈക്ക് വേദന ഇല്ലെങ്കിൽ മാത്രമേ ദൈവം അവരെ സ്നേഹിക്കുന്നുള്ളൂ. But come to the Lord when you are in pain. ഓ, എന്നാൽ ദൈവം പറയുന്നു, നിനക്ക് വേദനയുള്ളപ്പോൾ ആ വേദനയുമായി ദൈവത്തിലേക്ക് ഓടി വാ. You will be in a situation to receive the comfort of the Lord. ഓ ഹല്ലേലൂയ. ആ സാഹചര്യത്തിൽ ദൈവത്തിന്റെ ആശ്വാസം നിനക്ക് ലഭിക്കാൻ ഇടയാകും. God is a good God. നമ്മുടെ ദൈവം നല്ലവനാണ്. Hallelujah. Hallelujah. So no matter what your pain is. ആമേൻ. ആ ആശ്വാസം തന്നെ മതി, വേദന പമ്പ കിടക്കും. Hallelujah. Hallelujah. Praise God. Then if it is really persists, the Lord gently takes it. അതിനുശേഷം ഹല്ലേലൂയ, സാവധാനം മന്ദമായി കർത്താവ് And he എടുക്കും. gently takes away that pain. ആ വേദനയെ സാവധാനം കർത്താവ് That's അലിയിച്ച് Jesus. കളയും. That's അതാണ് നമ്മുടെ യേശു. ആമേൻ. Hallelujah. Hallelujah. But you know what the devil does? Listen to me carefully. ശ്രദ്ധിക്കണം. പിശാച് എന്തോ You ചെയ്യും? went and hit against your wall.
ഹല്ലേലൂയ. ഭിത്തിയിൽ കൈയടിച്ചു. You are unworthy to worship with the saints of God. ഓ, നിനക്ക് ഈ കൈയും കൊണ്ട് വേദനയും കൊണ്ട് ഈ പാപം കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന നിനക്ക് യോഗ്യതയില്ല. No, with the saints of God, because they are all holy people. നോക്കണേ, You are the only bad person in the church. നോക്കണേ, ഇവരെല്ലാം വിശുദ്ധന്മാരാണ്, നീ മാത്രമേ ഉള്ളൂ പാപി. Let me tell you something which I have learned. ഞാൻ പഠിച്ച കാര്യം പറയാം. If you are hurting, നിങ്ങൾക്ക് മുറിവുണ്ടെങ്കിൽ you are the person God is maximum with. ആമേൻ, നിങ്ങളുടെ കൂടെ മറ്റുള്ളവരെക്കാൾ അധികം ദൈവം വസിക്കാൻ ആഗ്രഹിക്കുന്നു. Amen. Praise the Lord. Yes. സ്തോത്രം. Remember Cain and Abel? നോക്കണേ, കായനെ ആബേലിനെ അറിയാം. Cain failed. കായൻ പരാജയപ്പെട്ടു. Who was God with? Who did God speak to first? ആരോടാ ദൈവം ആദ്യം സംസാരിച്ചത്? Cain. Praise the Lord. Amen. He gave him hope. ഹല്ലേലൂയ. കായൻ ദൈവം പ്രത്യാശ കൊടുത്തു. That is the God we serve. ആ ദൈവത്തെ നമ്മൾ സേവിക്കുന്നത്. And generally God does things for us. സാവധാനം മന്ദമായി ദൈവം നമുക്ക് വേണ്ടി കാര്യങ്ങൾ So ചെയ്യും. good God. നല്ലവനാണ് അവൻ. So no matter what your feeling is, no matter what your experience is, whenever we come to the presence of God, Lord, I thank you because you love me. I'm coming to a place where I can get unconditional love from my heavenly Father, the Amen. Father of my Lord Jesus ആമേൻ, Christ. ആമേൻ. ഏത് സാഹചര്യമാകട്ടെ, എത്ര വേദനയുള്ള സമയത്താകട്ടെ, കർത്താവേ, നിന്റെ സന്നിധിയിലേ എനിക്ക് ആശ്വാസമുള്ളൂ, നിന്റെ സന്നിധിയിൽ എനിക്ക് സ്നേഹം കിട്ടും, എന്റെ പിതാവിന്റെ അടുക്കൽ, യേശുവിന്റെ പിതാവിന്റെ അടുക്കൽ ഞാൻ ഓടി വരികയാണ് എന്ന് നമുക്ക് പറയാം. Hallelujah. That's a confidence we have in God. അതാണ് ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസത്തിന്റെ ഉറപ്പ്. Amen. Praise the Lord. Guys, are you ready? നിങ്ങൾ ഒരുക്കമാണോ? You can just put it on. If the DVD is working, it may just keep it alive. ആമേൻ. No? ഹല്ലേലൂയ. No. All right, let's go to the word then. അങ്ങനെയെങ്കിൽ നമുക്ക് വചനത്തിലേക്ക് പോകാം. What's that? What I said? And get you a minute. You want my help there? Thank- Oh, the DVD will do it later. We'll come back to it. All right. Okay. okay. Amen. Hallelujah. Let's give the Lord a clap offering. Praise the Lord. ഹല്ലേലൂയ. Hallelujah. കർത്താവിന് നന്ദി പിതാവേ. Okay. സ്തോത്രം. ഹല്ലേലൂയ. Does it imply we don't do it today? No, later. Let me know. Good. Okay. പിന്നീട് ചെയ്യാം. I want to thank God for, especially for Benson and Darren. They don't need any appreciation from us, but they went all the way yesterday to New Jersey to buy this. And, it was a big thing. They traveled totally up and down for about 1.5 hours. And I like the sportive spirit. They were willing to go. I asked them if you guys can go. They said, yes, we will go. ഹല്ലേലൂയ. Because it was not available here. They went to, where did he go? Mount Laurel in New Jersey. And I believe them. If they say they went there, I believe that. Amen. ആമേൻ. ഹല്ലേലൂയ. That's ഹല്ലേലൂയ. good. അവര് ഈ കുഞ്ഞുങ്ങളെ യേശുവിന്റെ നാമത്തിൽ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അവരായിട്ട് അഭിനന്ദനമൊന്നും ചോദിച്ചുകൊണ്ട് പറയുകയല്ല. ഇന്നലെ അവർ ഒരു സ്റ്റെപ്പ് എടുത്ത്, വിശ്വാസത്തിന്റെ ചുവടെടുത്ത് മൗണ്ട് Laurel, New Jersey. ലോറൽ ന്യൂജേഴ്സി പോയി ചില കാര്യങ്ങൾ ചർച്ചിന് വേണ്ടി ചെയ്തു. ദൈവം അവരെ, അത് കർത്താവ് അവർക്ക് പ്രതിഫലം കൊടുക്കും. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. Hallelujah. Praise the Lord. Praise God. Okay. We're going to talk about faith today. വിശ്വാസത്തെ പറ്റി നമുക്ക് ഇന്ന് പഠിക്കാം. We're going to learn something very, very deep about faith. ഹല്ലേലൂയ. വിശ്വാസത്തെ പറ്റി ചില കാര്യങ്ങൾ ആഴ്ത്തി പഠിക്കാം. Amen. Praise the Lord. Faith is very important, as you know. നമുക്കറിയാം വിശ്വാസം വളരെ പ്രധാനപ്പെട്ടതാണ്. The Bible talks about faith, especially the same verse in 4 places. ഹല്ലേലൂയ. 4 വാക്യങ്ങളിൽ 4 സ്ഥലങ്ങളിൽ വിശ്വാസത്തെ പറ്റി ഒരുപോലെ പറയുന്നു. 4 places. 4 വ്യത്യസ്ത സ്ഥലങ്ങൾ. Amen. Number 1, we're going to look into Habakkuk chapter 2 verses 4. ആമേൻ, ആമേൻ. ഹബക്കൂക്ക് 2:4 നമുക്ക് കാണാം. Hallelujah. Praise the Lord. It talks about faith. വിശ്വാസത്തെ പറയുന്നുണ്ട്. It talks that my righteous one shall live by faith. ആമേൻ. അവിടെ പറയുന്നു, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. And then we go to, one of you, I want you to go to Romans chapter 1:17. വേറൊരാള് റോമൻസ് 1:17 വായിക്കണം. There also it talks about my righteous one shall live by faith. അവിടെ നമ്മൾ വായിക്കുന്നു, കർത്താവ് പറയുന്നു, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. And then if you go to Galatians, one of you go to Galatians 3:11. ഗലാത്യലേഖനം 3:11. Galatians 3:11. ഹല്ലേലൂയ. And then one of you go, please go to Hebrews chapter 10 verses 37 and 38. ആമേൻ. വേറൊരാളെ എബ്രായലേഖനം 10:37-38 വാക്യങ്ങളിലേക്ക് പോകണം. Hallelujah. Praise God. ആമേൻ. 4 places in the Bible which says the same verse. ആമേൻ. ദൈവവചനത്തിൽ 4 സ്ഥലങ്ങളിൽ ഒരേ വാക്യം വീണ്ടും വീണ്ടും എഴുതിയിരിക്കുന്നു. Amen. Praise the Lord. Okay, we need to receive some instructions. That's why I'm teaching today. ആമേൻ, ആമേൻ. നമുക്ക് ചില ഇൻസ്ട്രക്ഷൻസ് കർത്താവ് പ്രാപിക്കുന്നത്, അതുകൊണ്ടാണ് പഠിപ്പിക്കുന്നത്. Because Christian life is not just excitement. ആമേൻ. ക്രിസ്തീയ ജീവിതം ഇങ്ങനെ ഉല്ലാസം മാത്രമല്ല. Christian life is real. ആമേൻ. ക്രിസ്തീയ ജീവിതം യഥാർത്ഥമാണ്. If you're really serious in following Jesus, you will sooner or later come to a point where you will feel depressed. ആമേൻ, ആമേൻ. ഹല്ലേലൂയ.
No, no. If you really want to follow Jesus sincerely, you will realize that you will come across something called depression. ആമേൻ ആമേൻ. വാസ്തവമായ ആത്മാർത്ഥതയോടെ നമ്മൾ കർത്താവിനെ പിൻപറ്റുവാൻ തീരുമാനിക്കുന്നെങ്കിൽ നമ്മുടെ ക്രിസ്തു ജീവിതത്തിൽ കുറച്ചങ്ങോട്ട് മുന്നോട്ട് ചെല്ലുമ്പോൾ, ഒരു പ്രത്യേക സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, നിരാശ തോന്നുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. Maybe it is not depression. ഒരുപക്ഷെ നിരാശയായിരിക്കും. It can be opposition from somewhere. അല്ലല്ലേ, എവിടുന്നേലുമുള്ള എതിർപ്പായിരിക്കാം. Or it may be that the door is not opening. You're waiting for something to happen. It is not happening. ഒരു പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു വഴി നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്നില്ല. This morning as we heard, we are called, I loved it, just one victory, but victory series of victories. രാവിലെ നമ്മൾ കേൾക്കാനിടയായി തീർന്നു, ഒരു ജയത്തിൽ നിന്ന് നമ്മൾ ഒരു ജയത്തിന്റെ ഘോഷയാത്രയിലേക്ക് പോവുകയാണ്. Why? What is the secret behind our failure, our difficulties and the series of victory? ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമുക്ക് അതിവരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ജയമാണ് നമ്മുടെ ജയത്തിന്റെ മുന്നോട്ടുള്ള തുടർച്ച. What is the connection between your present situation and the series of victory? ഹല്ലേലൂയ. നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം മുന്നോട്ടുള്ള തുടർമാനമായ ജയവുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം എന്താണ്? It is faith. അത് വിശ്വാസത്താലാണ്. That is why the Bible says, this is victory that has overcome the world, even your faith. ആമേൻ. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, ലോകത്തെ ജയിച്ച ജയമോ നിങ്ങളുടെ വിശ്വാസം തന്നെ. Not excitement. ഹല്ലേലൂയ. നിങ്ങളുടെ ഉത്സാഹമല്ല. Not your intellectual powers. നിങ്ങളുടെ ബുദ്ധിയുടെ ശക്തിയല്ല. Not the power of your personality or charisma. നിങ്ങളുടെ കരിസ്മയോ വ്യക്തിത്വത്തിന്റെ ശക്തിയോ അല്ല. Faith. വിശ്വാസം. Hallelujah. Praise the Lord. Praise the Lord. I remember some time ago, I read 150 years ago, there was a man of God who was always on fire for God. ആമേൻ. ഞാൻ ഇങ്ങനെ വായിക്കാനിടയായത് 150 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിന് വേണ്ടി എപ്പോഴും ശക്തിയോടെ കത്തിയ ഒരു I've always heard about genuine servants of God who go through such opposition. ഹല്ലേലൂയ. യഥാർത്ഥ ദൈവദാസന്മാർ വളരെ പ്രതികൂലത്തിൽ കൂടെ പോയവരെ പറ്റി വായിച്ചിട്ടുണ്ട്. What is it that keeps them going? എന്തുകൊണ്ടാണ് അതിന്റെ നടുവിൽ അവർ മുന്നോട്ട് പോകുന്നത്? Come on, church. How many of you feel excited all the time about church, or how many of you feel really excited all the time? I don't. എപ്പോഴും നിരന്തരമായ ഉത്സാഹവും സന്തോഷവും മാത്രമുള്ള എത്ര പേർ ഇവിടെ ഉണ്ട്? ഹല്ലേലൂയ. Always. Good, Leilani. Praise God for you. Hallelujah. That's good in one way. But I tell you, you may not feel like that all the time. You can feel, oppressed. You can feel, why is it things going against me? All those things are part of Christian life. ആമേൻ. ക്രിസ്ത്യ ജീവിതത്തിന്റെ ഭാഗമാണ്. എപ്പോഴും അങ്ങനെ ഒരുപോലെ ആയിരിക്കത്തില്ല. നമുക്ക് ചിലപ്പോൾ പ്രതികൂലങ്ങൾ വരാം, ചിലപ്പോൾ നമുക്ക് വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ പോകത്തില്ല, നിരാശയുടെ അനുഭവങ്ങൾ കടന്നു വരാം. ഇതെല്ലാം ജീവിതത്തിന്റെ ഭാഗമാണ്. God wants us to be, as Leilani said, all the time happy and joyous and full of love and power. ആമേൻ ആമേൻ. എന്നാൽ ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത് നിരന്തരമായി, ഹല്ലേലൂയ, സ്തോത്രം, സന്തോഷത്തിലും സമാധാനത്തിലും നമ്മൾ മുന്നോട്ട് പോകണമെന്നാണ് ദൈവം നമ്മളെ. Hallelujah. Praise the Lord. So what is the connection point between these two? ഇത് തമ്മിലുള്ള ബന്ധിപ്പിക്കുന്ന കാര്യം എന്താണ്? Come on, church, you tell me, what is the connection point between these two? ആമേൻ. ഇതിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏത് വാക്കാണ്? It is your faith. നിങ്ങളുടെ വിശ്വാസമാണ്. Hallelujah. Praise the Lord. Not speaking out. Are you with me today? ഹല്ലേലൂയ. Okay, when I ask you a question, this is a class, you can speak back. ആമേൻ. Hallelujah. ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ പറയണം. അങ്ങനെയാണ് നിങ്ങൾ How many പങ്കാളിയാവുന്നത്. of you have seen a bridge? എത്ര പേര് ഒരു പാലം കണ്ടിട്ടുണ്ട്? What is the characteristic of a bridge? ഒരു പാലത്തിന്റെ സ്വഭാവം എന്താണ്? A bridge is a connecting point between two things. രണ്ട് കാര്യങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ് ഒരു പാലം. A bridge is a കണക്റ്റിംഗ് പോയിന്റ്. connecting point between 2 points. ആമേൻ. രണ്ട് പോയിന്റുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ബന്ധമാണ് പാലം. Hallelujah. Praise the Lord. The connecting point between our life now and the life which God wants us to have is a bridge called faith. ആമേൻ. നമ്മുടെ ഇപ്പോഴത്തെ ജീവിതത്തിന്റെ അനുഭവം, നമ്മളെ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന ദൈവികമായിട്ടുള്ള പദ്ധതിയും ഇതിന്റെ ഇടയ്ക്ക് നിന്ന് നമ്മളെ ബന്ധിപ്പിക്കുന്നത് വിശ്വാസമാണ്. Apostle Paul said, there abides 3 things, but the greatest of this is of course love, but there are 3 things that abide, that stay, that have come to stay. What are those 3 things? ഹല്ലേലൂയ. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. Amen. So faith is one of the things that has come to stay. ആമേൻ. നിലനിൽക്കുന്ന 3 കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, 3 കാര്യങ്ങൾ നിലനിൽക്കുന്നു. I'm going to show you a skit. ഒരു സ്കിറ്റ് ഞാൻ I കാണിക്കാം. want 3 quick volunteers. Whoever comes, yes, come. 1, 2, done, 3, done. Okay. Praise the Lord. These men are anointed. Hallelujah. ഹല്ലേലൂയ. They are അഭിഷക്തന്മാരായിട്ടുള്ള. The others are anointed too. Come on, Don't worry come on. about it. Come on. So you are there. Okay. Thank you. Now there were three people there were 3 friends. 3 കൂട്ടുകാരാണ് ഇവർ. They were known as faith, facts and feelings. ഹല്ലേലൂയ. ഒരാളുടെ പേരാണ് ഫെയ്ത്ത്, മറ്റൊരാളുടെ പേര് ഫാക്ട്സ്, മറ്റൊരാളുടെ പേര് ഫീലിംഗ്. Okay. Now before they met with Jesus, അവർ യേശുവിനെ കാണുന്നതിന് മുമ്പ് faith was right behind. അല്ലെങ്കിൽ വിശ്വാസം ഏറ്റവും Whose പുറകിലായിരുന്നു. feelings here? Who is your feelings? Okay. If your feelings, then feelings was right in front. ഏറ്റവും മുന്നിൽ അപ്പോൾ ഫീലിംഗ് അനുഭവമായിരുന്നു And ഏറ്റവും then മുന്നിൽ. facts, 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 vastudagal was there right in the middle. ആമേൻ ആമേൻ. രണ്ടാമത് നിന്നത് വസ്തുതകളാണ്. So these people were, all the 3 of them were blind. Close your eyes. 3 പേർക്കും ബ്ലൈൻഡ് ആയിരുന്നു. Because they go by feeling. കാരണം അവരുടെ അനുഭവം അനുസരിച്ച് Facts put it
put his hand on feelings. ഹല്ലേലൂയ സ്തോത്രം. അതെ, വസ്തുതകൾ തന്റെ കരം അനുഭവത്തിന്മേൽ വെച്ചു. And faith put his hand on facts. ഹല്ലേലൂയ. വിശ്വാസം തന്റെ കൈ ആ വസ്തുതകളുടെ മേൽ വെച്ചു. Hallelujah. Praise the Lord. When is the live streaming on? Okay. Now, this fellow can move only by feelings. ഹല്ലേലൂയ. ഇപ്പോൾ ഈ ഫീലിംഗിന് തന്റെ അനുഭവങ്ങൾ കൊണ്ട് മാത്രമേ പോകാൻ പറ്റൂ. നീ കണ്ണു തുറക്കുന്നു ഇടയ്ക്ക്. Praise the Lord. Now he's going with feelings. ഇപ്പോൾ തന്റെ അനുഭവ പ്രകാരം ഈ കുഞ്ഞു പോവാ. He's follow him. Praise the Lord. All of you follow. See, he's touching here. അപ്പൊ നോക്കുമ്പോ ഈ ഇടയ്ക്ക് ഇവിടെ കയ്യെ തട്ടി. I feel something here. ഓ, ഞാനൊരു കാര്യം ഇവിടെ തൊട്ടു. And then immediately fact says, അപ്പോൾ ആ ഫാക്ട് പറയും, yeah, we feel something here. ഓ ശരിയാണ്, നീ ശരിയാണ്, ഒരു കാര്യം ഇവിടെ ഉണ്ട്. 1 second Shane opened his eyes. Hallelujah. He'll forgive him. Praise Then faith also says, yeah, that is he's touching something. I feel like touching. ആമേൻ. അത് കേൾക്കുമ്പോൾ ഈ വിശ്വാസം പറയും, ഞാനും ഏതാണ്ട് തൊടുന്നുണ്ട്. ശരിയാ. So they were walking around like this with their eyes closed. കണ്ണടച്ചുകൊണ്ട് ഇവരിങ്ങനെ തപ്പിത്തടഞ്ഞു പോവാ. One day, ഒരു ദിവസം a wonderful man touched them. ഒരു നല്ല ഒരു വ്യക്തി അവരെ തൊട്ടു. His name is Jesus. ആ വ്യക്തിയുടെ പേര് യേശു. Jesus touched him. യേശു അവരെ തൊട്ടു. Immediately their eyes were opened. പെട്ടെന്ന് അവരുടെ കണ്ണ് തുറന്നു. They began to see Jesus. യേശുവിനെ അവർ കണ്ടു. As soon as they see Jesus, saw Jesus, something happened in their life. യേശുവിനെ കണ്ട മാത്രമേ അവരുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാകൂ. Jesus began to put facts first. ഹല്ലേലൂയ. യേശു എന്ത് ചെയ്തു? ഹല്ലേലൂയ. വസ്തുതയെ മുന്നിലേക്ക് നിർത്തി. Hallelujah. Praise the Lord. Faith began to depend on facts. ഹല്ലേലൂയ. ഈ വസ്തുതയെ ആശ്രയിച്ചിരുന്ന ആ വിശ്വാസം, and then feelings followed behind. അതിന്റെ പുറകിലേക്ക് അനുഭവങ്ങൾ കടന്നു വന്നു. This is the right order in Christian life. Jesus Christ, ആമേൻ. facts from the word of God, faith on the word of God, and feelings will follow. ആമേൻ, ആമേൻ. ഇതാണ് ക്രിസ്തീയ ജീവിതത്തിലെ നമ്മുടെ സ്ഥാനം. യേശു കർത്താവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന തിരുവചനത്താൽ ലഭിക്കുന്ന വസ്തുതകൾ, ആ വസ്തുതകളെ വിശ്വസിച്ചുകൊണ്ട് ഹല്ലേലൂയ അനുഭവം അതിന്റെ പുറകെ പോവുകയാണ്. Are you understanding? Praise the Lord. Hallelujah. Hallelujah. Praise the Lord. Do you want me to make it clear again? ഹല്ലേലൂയ. The Lord Jesus Christ, let us say, this is facts from the word of God, which is never changing. Faith is dependent not on feelings. It is dependent on what the word of God said. Amen. And feelings will automatically follow. ആമേൻ. നിങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കാണ്. വീണ്ടും പറയട്ടെ, യേശു കർത്താവിനെ കണ്ടുമുട്ടിയ മാത്രയിൽ ഹല്ലേലൂയ സ്തോത്രം, ആ വസ്തുതകളാകുന്ന തിരുവചനം, ഒരിക്കലും മാറ്റമില്ലാത്ത സ്ഥിരമായിരിക്കുന്ന തിരുവചനങ്ങൾ, ഹല്ലേലൂയ സ്തോത്രം, ആ തിരുവചനത്തിൽ ആശ്രയിച്ച് വിശ്വസിച്ച് ഹല്ലേലൂയ സ്തോത്രം അനുഭവങ്ങളിൽ കൂടെ മുന്നോട്ട് പോകുന്ന ഒരു ജീവിതമാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം. Hallelujah. Many times when we are born again, go back to your old places. Hallelujah. Thank you. Hallelujah. So, yeah. We are having exercise here. When you are born again, നാം വീണ്ടും ജനിച്ചപ്പോൾ God does not immediately start working on you. He doesn't go around setting things right. He begins to bless you as you are. ആമേൻ, ആമേൻ. പെട്ടെന്ന് നമ്മളുടെ രൂപാന്തരം പൂർണ്ണമായി വരുത്തിയിട്ടല്ല ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ദൈവം ആദ്യം നമ്മളെ അനുഗ്രഹിക്കും. Anybody who believes, he wholeheartedly receives them. ആര് യേശുവിൽ വിശ്വസിക്കുന്നു പൂർണ്ണ ഹൃദയത്തോടെ യേശു അവരെ സ്വീകരിക്കും. Many times people know the Holy Spirit in their feelings. അനേകര് പലപ്പോഴും അവരുടെ അനുഭവങ്ങളിൽ കൂടെ പരിശുദ്ധാത്മാവിനെ മനസ്സിലാക്കുന്നു. Are you with me, people of God? Praise the Lord. It's very important. ഹല്ലേലൂയ. മനസ്സിലാക്കേണ്ട കാര്യമാണ്. They keep on expecting the same feelings every time they come for worship, every time they hear the word of God. ഓരോ തവണ ദൈവവചനം കേൾക്കുമ്പോഴും ആരാധനയ്ക്ക് വരുമ്പോഴും ഒരേ കാര്യം അവർ പ്രതീക്ഷിക്കുക, ആ അനുഭവത്തിന് വേണ്ടി കാത്തിരിക്കുക. Nella wants also to be part of this. Okay. So you see, this is a problem which many people have. പലരുടെയും പ്രശ്നം ഇതാണ്. I don't feel like it. എനിക്ക് പഴയതുപോലെ I തോന്നുന്നില്ല. don't feel like it. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. God is nowhere in the picture. ദൈവത്തെ കാണുന്നില്ലല്ലോ. And the devil loves to keep on telling you that lie. ഹല്ലേലൂയ. ആ പോസ്റ്റ് പ്രചരിപ്പിക്കുന്നതിൽ പിശാച് വളരെ വിദഗ്ധനാ. See, God is not there. ദൈവം അവിടെ ഇല്ല. Nothing is happening. ഒന്നും നടക്കുന്നില്ല. That's a lie of the devil. അത് പിശാചിന്റെ പോഷ്കാ. You should hand over to the word of God. ഹല്ലേലൂയ. നമ്മുടെ വിഷയത്തെ ദൈവവചനത്തിൽ നമ്മൾ The കൈമാറണം. word of God says, I will never leave you nor forsake you. അബേ ദൈവവചനം പറയും, ഞാൻ നിന്നെ ഒരു നാൾ കൈവിടുകയില്ല. When you keep declaring the word of God, today morning many of you stood up and declared the word of God. Immediately there was a change in the atmosphere. I don't know how many of you sensed it. ആമേൻ, ആമേൻ. നിങ്ങൾ എഴുന്നേറ്റ് ദൈവവചനം പ്രഖ്യാപിച്ചത് തന്നെ ആത്മമണ്ഡലത്തിൽ വലിയൊരു വ്യത്യാസം ഉണ്ടായി. Shall I tell you a secret? ഞാൻ രഹസ്യം പറയട്ടെ. The power is in your tongue in Jesus' name. ആമേൻ, ആമേൻ. ശക്തി നിങ്ങളുടെ നാവിന്മേലാണ് ദൈവം വെച്ചിരിക്കുന്നത്. You all have somebody to lift you up. Who do you think will lift me up? ആമേൻ. നിങ്ങളെല്ലാം താലോലിച്ച് ഉയർത്താൻ ആരെങ്കിലും ഉണ്ട്. എന്നെ ആരാ ഉയർത്തുന്നത്? The same person. അതേ വ്യക്തി. We have one pastor to lift us all up. His name is Jesus. ആമേൻ. നമ്മളെല്ലാം ഉയർത്തുന്ന ഒരു വ്യക്തിയേ ഉള്ളൂ, അത് നമ്മുടെ യേശുവാണ്. But as you grow in faith, children of God, men of God, women of God, I want you to know you're called to lift up other people, not through excitement, but through the power of God, which comes through faith. ആമേൻ, ആമേൻ. നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൽ വളരുമ്പോൾ നമ്മുടെ പ്രോത്സാഹനം കൊണ്ടല്ല, ദൈവശക്തി കൊണ്ട്
ദൈവവചനത്താൽ മറ്റുള്ളവരെ എഴുന്നേൽപ്പിക്കുന്നവരാക്കണം. Let's give the Lord a clap offering for these wonderful people. ഈ And go back to your കുഞ്ഞുങ്ങൾക്കായി place കർത്താവിനെ ആരാധിക്കാം. and Praise be the Lord. good. You're good. Hallelujah. Praise Hallelujah. the Lord. So that is a Excellent small demonstration of faith. വിശ്വാസത്തിന്റെ ഒരു ചെറിയ പ്രദർശനമായിരുന്നു. First of all, to Habakkuk 2:4. Can you show Habakkuk ആദ്യമായിട്ട് 2:4? നമുക്ക് 2:4 പോകാം. Habakkuk 2:4. Praise the കർത്താവേ. What does it say? എന്താണ് അവിടെ വായിക്കുന്നത്? His soul is lifted up in him. My righteous one shall live by faith. ആമേൻ. അവന്റെ ഹൃദയം അവനിൽ അഹങ്കരിച്ചിരിക്കുന്നു. എന്റെ നീതിമാൻ വിശ്വാസിച്ച് ജീവിക്കും. There, faith, my righteous one shall live by faith, is in contradiction or is in contrast to a person who is very proud. ആമേൻ ആമേൻ. അവിടെ നമ്മൾ കാണുമ്പോൾ അഹങ്കരിച്ചിരിക്കുന്ന ഒരു വ്യക്തി വിശ്വാസത്തിൽ ജീവിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 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 ന്യായമല്ല. Hallelujah. Praise the Which Lord. means, I'll explain it. അതിന്റെ അർത്ഥം Faith is always opposed to a person who is living in pride. ആമേൻ. അതിന്റെ അർത്ഥം ഇതാണ്. ഹല്ലേലൂയ സ്തോത്രം. നിഗളത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് അത് വിശ്വാസം അവനെതിരാണ്. If you are living in pride, നമ്മൾ നിഗളത്തിൽ ജീവിക്കുകയാണെങ്കിൽ it is very difficult to live by faith. ഹല്ലേലൂയ നിഗളിച്ച് നടക്കുന്ന ഒരു വ്യക്തിക്ക് വിശ്വാസം ജീവിക്കാൻ പ്രയാസമാണ്. So here, a righteous man living by faith is opposed to his soul, which is lifted up in him, and he is not a pride. ആമേൻ ആമേൻ. നല്ലവനല്ലാത്ത ഹൃദയം അഹങ്കരിച്ചിരിക്കുന്ന ഒരു വ്യക്തി വിശ്വാസത്തിൽ ജീവിക്കുന്നത് പ്രായോഗികമല്ല. So if your faith has to increase, അതുകൊണ്ട് നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം. I always teach in this church and I always tell myself, we choose to be humble before the presence of God. ഞാൻ എപ്പോഴും പഠിപ്പിക്കുന്ന കാര്യമാണ് നമ്മൾ മനഃപൂർവ്വമായി ദൈവസന്നിധിയിൽ താണിരിക്കണം. Hallelujah. Praise the Lord. Church, സഭയിൽ when we are humble, we can flow in grace, in faith. ആമേൻ. നമ്മൾ താഴ്മയോടെ ഇരിക്കുമ്പോൾ വിശ്വാസത്തിൽ നമുക്ക് ഒഴുകാൻ പറ്റും. Whenever I have thought, I can do it, Brother George. Hallelujah. We can do it anytime. When I think like that, God says, all right, you do it by yourself. Hallelujah. Praise the Lord. പലപ്പോഴും നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന് നമ്മുടെ ഹൃദയത്തിൽ ഒരു ചിന്ത വരുമ്പോൾ ദൈവം കൈയൊഴി. ദൈവം പറയുന്നു അവൻ നിങ്ങൾ അങ്ങ് ചെയ്തോ. Shall I tell you a small secret? ഞാൻ പറയട്ടെ, We can do nothing without Jesus. കർത്താവിനെ കൂടാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. When I first read that part, ഞാൻ ആദ്യം ഈ ഭാഗം I വായിച്ചപ്പോൾ was not very happy. എനിക്ക് വലിയ സന്തോഷം I തോന്നിയില്ല. said, Lord, why can't I do anything by myself? ഞാൻ ചോദിച്ചു കർത്താവേ എന്തുകൊണ്ടാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തത്? But as I began to trust in the Lord, ഞാൻ കർത്താവിൽ ആശ്രയിക്കാൻ I തുടങ്ങിയപ്പോൾ began to realize that it is a joy to trust in the Lord and do things with Him, flow along with Him. ഹല്ലേലൂയ കർത്താവിൽ ആശ്രയിച്ച് സന്തോഷത്തോടെ അത് ചെയ്യുമ്പോഴാണ് കാര്യം നടക്കുന്ന മനസ്സിലായി. Hallelujah. Hallelujah. Church, are you with me? നിങ്ങൾക്ക് You know, in മനസ്സിലാവുന്നുണ്ടോ? our personality, there is a part which wants to do everything by ourselves. ആമേൻ. നമ്മൾ മറ്റാർക്കും പങ്കു കൊടുക്കാതെ നമ്മൾ സ്വയമായി നമ്മുടെ വ്യക്തിത്വത്തിന് പലതും ചെയ്യാൻ I want to ആഗ്രഹമുണ്ട്. do everything. എനിക്ക് ചെയ്യണം. You know, there are people in the church, I know, who if you leave them, they will do everything by themselves. ഹല്ലേലൂയ സ്തോത്രം. അവരെ വിട്ടുകൊടുത്താൽ എല്ലാം സ്വന്തമായി ചെയ്യാൻ ആഗ്രഹിക്കുന്ന പലരും ഈ സഭയിലുണ്ട്. But they are so used to their own selves that they don't know how to receive from God. ആമേൻ ആമേൻ. അവരുടെ സ്വയത്തിൽ അവർ ഇത്രത്തോളം ആശ്രയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് അവർക്ക് പ്രാപിക്കാൻ പറ്റുന്നില്ല. Amen. The good thing is to let God and let God. ആമേൻ ആമേൻ ആമേൻ. ഏറ്റവും നല്ലത് ദൈവത്തെ പ്രവർത്തിക്കുവാൻ അനുവദിക്കുക, ദൈവം ചെയ്യുവാൻ സമ്മതിച്ചു കൊടുക്കുക. Hallelujah. Here's a practical example. ഇതാണ് പ്രായോഗികമായ ഉദാഹരണം. Lord, there is no money in the bank. കർത്താവേ ബാങ്കിൽ പണമില്ല. Amen. My bills are all piling up. എൻ്റെ ബില്ലെല്ലാം കുന്നുകൂടുകയാണ്. What is the natural attitude of people? സ്വാഭാവികമായ മനുഷ്യന്റെ പ്രതികരണം എങ്ങനെയാണ്? Lord, I pray for money. Let the money come. Let the money come. Let the money come. Let the money come. But money is not coming. കർത്താവേ പണം അയക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, പണം വരുന്നില്ല. Hallelujah. You know why God does not allow money to come sometimes? എന്തുകൊണ്ടാണ് പണം വരാൻ ദൈവം അനുവദിക്കാത്തത്? Because God knows that our confidence is in money, not in God. ഹല്ലേലൂയ. കാരണം ദൈവത്തിന് നന്നായിട്ട് അറിയാം നമ്മുടെ ആത്മവിശ്വാസം ഈ ബാങ്കിലാണ്, ഈ പണത്തിലാണ്, ദൈവത്തിലല്ല. Hallelujah. ഹല്ലേലൂയ. Some of you are asking, Pastor, are you saying that God will take care of the gas bill? ഹല്ലേലൂയ. നിങ്ങൾ പാസ്റ്ററെ എൻ്റെ ഗ്യാസ് ബില്ല് ദൈവം തന്നെ അടയ്ക്കുമെന്നാണ് പാസ്റ്റർ പറയുന്നത്. I am telling you, yes. ഞാൻ പറയുന്നു അങ്ങനെയാണ്. Hallelujah. സ്തോത്രം. I have a sister who comes to one of our meetings, not Sunday meeting. She was once testifying, Pastor, I don't know what is happening, but all my bills, whenever the bill's coming, it is saying zero, nothing to pay. We don't have money to pay. We are seeing it for the last so many weeks. Are you happy to hear ആമേൻ that? ആമേൻ. ഞായറാഴ്ച പ്രാർത്ഥനയ്ക്ക് സഹോദരി ഇങ്ങനെ സാക്ഷ്യം പറയാൻ ഇടയായി തീർന്നു. പാസ്റ്റർ കൈ അടയ്ക്കാനും ബില്ലടയ്ക്കാൻ പൈസ ഇല്ല, പക്ഷേ അനേക നാളുകളായിട്ട് വരുന്ന ബില്ലിലെല്ലാം 0 ആയി, ഒന്നും കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല. ഹല്ലേലൂയ. I had the privilege of translating for a wonderful couple from England way back in India, Kerala. ഇന്ത്യയിൽ കേരളത്തിൽ വെച്ച് ഇംഗ്ലണ്ടിൽ നിന്നുള്ള ഒരു കുടുംബത്തിന് ഒരു ഭർത്താവിന് ഭാര്യയ്ക്ക് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഇടയായി. Praise the Lord. I'll be slower. സ്തോത്രം. What happens is, what they told a story like this. അവരിങ്ങനെ ഒരു കഥ പറഞ്ഞു. The husband and wife had no money in their pocket. ഈ കുടുംബത്തിന് ഭർത്താവിനും ഭാര്യയ്ക്കും ബാങ്കിൽ ഒരു പൈസ പോലും They ഇല്ല. went to a store. അവർ കടയിൽ പോയി They took all the things they wanted. വേണ്ട സാധനമെല്ലാം അവരെടുത്തു. And then they went to the counter to pay.
പണം അടയ്ക്കാൻ കൗണ്ടറിൽ ചെന്നു. The lady would take the purse. ഭാര്യ പേഴ്സ് എടുക്കും. She would open. There will be enough money, pounds, whatever in that. അവരുടെ ആവശ്യത്തിനുള്ള പണം ഈ പേഴ്സിൽ കാണും. They will pay the money. അത് കൊടുക്കും. They will come out. വീണ്ടും പുറത്തു വരും. Empty purse. ശൂന്യമായ പേഴ്സ്. Again they will go to another store. വേറൊരു കടയിൽ പോകും. They open, they buy whatever they want. They open, there will be pounds there. അല്ലെങ്കിൽ അവരുടെ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കും. അതിന് കൊടുക്കാനുള്ള പണം അതിനകത്ത് കാണും. They testified it. I translated for them. അവർ പറഞ്ഞ സാക്ഷ്യം ഞാൻ അവർക്ക് വേണ്ടി ട്രാൻസ്ലേറ്റ്. That brother comes from a Jewish background. The lady comes from an English background. Very wonderful couple. ഹല്ലേലൂയ. നല്ലൊരു കുടുംബമാണ്. യഹൂദ പശ്ചാത്തലത്തിൽ നിന്നാണ് സഹോദരൻ, ഇംഗ്ലീഷ് പശ്ചാത്തലത്തിൽ നിന്നാണ് സഹോദരി. Can God do things like that? അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ദൈവം ചെയ്യുമോ? Take our dependence on money. Money is not the ultimate. Amen. God is the ultimate. ആമേൻ. എല്ലാത്തിൻ്റെ അത്യന്തമായിട്ടുള്ള ആ ലക്ഷ്യം പണമല്ല, ദൈവമാണ് അത്യന്തമായിട്ടുള്ള നമ്മുടെ ലക്ഷ്യം. I have already told you examples of this time when I went to India. A small desire of mine, even when I had money in my pocket, God has taken care of my needs. ഞാൻ നിങ്ങളോട് പറയാനിടയായി, എൻ്റെ കയ്യിൽ പൈസ ഉള്ളപ്പോൾ പോലും എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ചെറിയ ആഗ്രഹം ദൈവം അത്ഭുതമായി സാധിപ്പിച്ചു. I was using an Indian phone, prepaid that gets over quickly, and I was hoping somebody would fill it. In 15-20 minutes, it was quickly filled up. I found out who it was. That brother from Ludhiana, he told me, Pastor, the Lord told me to put something in your account. This is a number I know. Immediately I topped it up. What a God. ഹല്ലേലൂയ. എൻ്റെ കയ്യിലുള്ള സെൽഫോണിനകത്ത് പെട്ടെന്ന് അതിൻ്റെ ചാർജ് തീർന്നു പോയി. അങ്ങനെ ഞാനത് റീഫിൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോൾ തന്നെ ലൂധിയാനയിൽ നിന്നുള്ള ഒരു ദൈവദാസൻ, പാസ്റ്റർ, എനിക്കിങ്ങനെ ദൈവാത്മാവിന് ഒരു പ്രചോദനം ഉണ്ടായി, ഞാനത് പെട്ടെന്ന് ഈ നമ്പർ അറിയാമെന്നുണ്ട് ഞാൻ അങ്ങ് ചാർജ് ചെയ്ത് പറയാനില്ല. I've told you in the past കഴിഞ്ഞ കാലം ഞാൻ how പറഞ്ഞിട്ടുണ്ട്. I have driven a car, a Maruti 800, for 2 or 3 days without gas, without petrol. ആമേൻ. ഒരു തുള്ളി പെട്രോൾ പോലും ഇല്ലാതെ 2-3 ദിവസം ഒരു മാരുതി കാർ ഓടിക്കാനിടയായി. The needle lies like this. ആമേൻ. അതിന്റെ നീഡിലെ ഗ്യാസിന്റെ നീഡിൽ താഴെ കിടക്കുക. I said, Lord, maybe now you have to give me money. No, you see, the money has, the pointer has come like this. Okay, I don't want to stop in between. No answer, but the car keeps on going. ആമേൻ. കർത്താവേ പണം തരണമെന്ന് പറയുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം. ഫ്യൂവൽ ഇൻഡിക്കേറ്റർ ഇങ്ങനെ താഴെ കാണിക്കും, എങ്കിലും കാർ വളരെ ശക്തമായി ഓടാനിടയായി. Hallelujah. Then when I got money, I had enough gas to go up to the gas station and fill it. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ പണം കിട്ടിയപ്പോൾ ഗ്യാസ് സ്റ്റേഷൻ വരെ പോയി ആ ഗ്യാസ് ഫില്ല് ചെയ്യാൻ കൊണ്ട് ഇടയായി. Another time, വേറൊരു സമയത്ത് the car stopped in between. ഇടയ്ക്ക് കാർ നിന്ന് പോയി. Only for 2 minutes. 2 മിനിറ്റ് നിന്നുള്ളൂ. Somebody with me immediately said, Pastor, give me the car. വേറൊരാൾ എൻ്റെ അടുത്ത് I said there is no gas in that for you to take. He immediately took some petrol from his scooter, put it in the car, took me straight to the petrol pump, and he filled the petrol tank. In India, it's a big thing to fill the petrol tank, not like in America. ഹല്ലേലൂയ. ഗ്യാസ് ഇല്ലാതെ കാർ നിന്നപ്പോൾ വേറൊരാൾ സ്കൂട്ടറിൽ നിന്ന് ഇച്ചിരി പെട്രോൾ എടുത്ത് അതിനകത്ത് കാറിനകത്ത് ഒഴിച്ച് പെട്രോൾ ടാങ്കിൽ ചെന്ന് ആ പെട്രോൾ പമ്പിൽ ചെന്ന് കാർ നിറച്ച് ഫുൾ ടാങ്ക് ഗ്യാസ് അടിക്കാൻ. Church, I want you to know, which some of you know, our God is a provider, not depending on your bank account. He is your provider. ഹല്ലേലൂയ. നമ്മുടെ ദൈവം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ആശ്രയിക്കാൻ നമ്മളെ അനുവദിക്കുന്നവനല്ല, അവൻ നമ്മളെ കരുതുന്നവനാണ്. Hallelujah. Some of you have pending bills. The Lord is capable of stopping that and giving you money to pay. Don't worry about it. ആമേൻ, ആമേൻ. നിങ്ങൾക്ക് ബില്ലുകൾ കൊടുക്കാനുണ്ട്, ദൈവം അതിനെ തടഞ്ഞു നിർത്തി അത് കൊടുക്കുവാൻ നിങ്ങളെ പ്രാപ്തനാക്കും. Hallelujah. And God is taking care of you, not because you have finances, not because you have jobs, but because He is a good God and your provision is coming from Him. Praise the Lord. നമ്മുടെ ജോലി മുഖാന്തരമോ നമ്മുടെ സമ്പത്ത് മുഖാന്തരമോ അല്ല ദൈവം നമ്മളെ, അവൻ നല്ലവനായതുകൊണ്ട് അവന്റെ നന്മയിൽ നിന്ന് അവന്റെ ജനറോസിറ്റി, മഹാമനസ്കത നമ്മളെ നടത്തുകയാണ്. Hallelujah. In Mumbai, you'll shortly see, in Mumbai, I met a man of God, and he said, Pastor, to tell you honestly, I don't have any monthly support. ഹല്ലേലൂയ. ബോംബെയിൽ നല്ല ദൈവദാസൻ പറഞ്ഞു, പാസ്റ്ററെ, എന്നെ മാസാമാസം സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. But God is doing a great thing. എങ്കിലും ദൈവം മഹത്തായി പ്രവർത്തിക്കുന്നു. I was really excited to see His work. അദ്ദേഹത്തിന്റെ പ്രവൃത്തി കാണുവാൻ You're going to see a little bit of that now. അതിന്റെ അല്പം നമ്മൾ ഇന്നിപ്പോൾ കാണും. He lives by faith. അദ്ദേഹം വിശ്വാസത്താൽ ജീവിക്കുക. I said, compared to that, Lord, I am so blessed. ഹല്ലേലൂയ. നമുക്ക് കർത്താവേ ദൈവമായിട്ടൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ ഞാൻ എത്ര അനുഗ്രഹിക്കപ്പെട്ടു. Hallelujah. There are people living purely by faith. വിശ്വാസത്താൽ മാത്രം ജീവിക്കുന്നവരുണ്ട്. Because their heart is not lifted up to finances or denominations or organizations to support them. They know our help comes from the Lord which made heaven and earth. ആമേൻ, ആമേൻ. അവരുടെ ഹൃദയം സംഘടനകളിലേക്കോ മറ്റുള്ളവരിൽ നിന്ന് വരുന്ന നന്മകളിലേക്കോ ഒന്നും അവരെ കണക്ട് ചെയ്യാതെ എൻ്റെ ദൈവത്താൽ ഇത് വരും, ആകാശവും ഭൂമി ഉണ്ടാക്കിയ യഹോവയാണ് എൻ്റെ സഹായകനെന്ന് അവർ വിശ്വസിക്കുന്നു. Hallelujah. Let's go to Romans 1:17. റോമാലേഖനം 1:17 വായിക്കാം. We see the same verse mentioned there. ഇതേ വാക്യം തന്നെ അവിടെ നമുക്ക് കാണാം. It says, my righteous one shall live by faith. അവിടെ നമ്മൾ കാണുന്നു, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. But what is the context there? അവിടെയുള്ള സന്ദർഭം എന്താണ്? സ്തോത്രം. Romans 1:17.
This is something which is against the law. ന്യായപ്രമാണത്തിന് വിപരീതമായ ഒരു കാര്യമാണ് Here എഴുതിയിരിക്കുന്നത്. is a group of people who were living because they were good people. ഇവിടെ ഒരു കൂട്ടം നല്ല ആളുകൾ, They thought that they were good people, അവർ വിചാരിച്ചു ഞങ്ങൾ നല്ലവരാണ്. and because they are good people, they'll go to heaven. അവർ ചിന്തിച്ചു ഞങ്ങൾ നല്ലവരായതുകൊണ്ട് സ്വർഗ്ഗത്തിൽ പോകും. But Paul says, എന്നാൽ അപ്പോസ്തലൻ പറയുന്നു, my righteous one shall live by faith. അപ്പോസ്തലൻ പറയുകയാണ് എന്റെ നീതിമാൻ വിശ്വാസത്താലാണ് ജീവിക്കാൻ Church, പോകുന്നത്. this is an exercise for us to listen carefully. Okay? നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. Don't look at children, let them be. I told you. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ I want you to ശ്രദ്ധിക്കണം. learn to focus. നമ്മളെ കർത്താവിലേക്ക് ശ്രദ്ധിക്കാം. Hallelujah. It takes grace to listen carefully. ശ്രദ്ധിച്ച് കേൾക്കുവാൻ നമുക്ക് കൃപ ആവശ്യമാണ്. Hallelujah. Praise the Lord. Romans 1:17, Paul is talking about a group of people who were living in the law. ആമേൻ. ന്യായപ്രമാണത്തിൽ ജീവിച്ചിരുന്ന ഒരു കൂട്ടം ആളുകളെ പറ്റി അപ്പോസ്തലനായ പൗലോസ് റോമൻ 1:17 എഴുതുന്നു. These good people always thought, God will answer our prayer because we are good people. We are obeying the law. We are good people. Therefore, God will listen to our prayer. ഇവരെപ്പോഴും ചിന്തിച്ചു ഞങ്ങൾ നല്ലവരാണ്, ഞങ്ങൾ ദൈവത്തിന്റെ ന്യായപ്രമാണം അനുസരിക്കുന്നു, അതുകൊണ്ട് ദൈവം ഞങ്ങൾക്ക് കരുണ ചെയ്യും. God said, no, I'm sorry. That's not the way God listens to your prayer. നമ്മുടെ പ്രാർത്ഥനയെ അങ്ങനെയല്ല ദൈവം കണക്കാക്കുന്നത്. Church, I want you to know this. നിങ്ങൾ തിരിച്ചറിയണം. Nobody listens to God will not listen to your prayer because you are good people. നമ്മൾ നല്ലവരായതുകൊണ്ട് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കണമെന്നില്ല. God listens to your prayer because of your connection with Jesus Christ. യേശുവുമായുള്ള നിന്റെ ബന്ധം നിമിത്തമാണ് ദൈവം നിന്റെ പ്രാർത്ഥന Church, I കേൾക്കുന്നത്. want you to know that very clearly. Please write it down in your heart. God listens to your prayer not because you're a good guy, but because of the name of Jesus. ആമേൻ ആമേൻ. നിങ്ങൾ അടിവരയിട്ട് സൂക്ഷിച്ച് നിങ്ങളുടെ ഹൃദയത്തിന്റെ മാംസപ്പലകയിൽ എഴുതേണ്ടതായിട്ടുള്ള ഒരു വാക്കാണിത്. നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നത് നമ്മൾ യേശുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ട് മാത്രമാണ്. There are some people who think, ചിലർ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, I feel good about God, so God will listen to my prayer. ഹല്ലേലൂയ, ദൈവത്തെ പറ്റി എനിക്ക് നല്ല മനോഭാവം, അതുകൊണ്ട് ദൈവം എന്നെ കേൾക്കും. God will listen to your prayer because you are called by the name of Jesus. യേശുവിന്റെ നാമത്താൽ നീ വിളിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ദൈവം നിന്റെ പ്രാർത്ഥന And കേൾക്കും. because you call in the name of Jesus, God will answer your prayer. യേശുവിന്റെ നാമത്തിൽ നീ വിളിക്കപ്പെട്ടുകൊണ്ട് നിശ്ചയമായി നിന്റെ That is what പ്രാർത്ഥനയ്ക്ക് the ഉത്തരം Bible ഉണ്ടാകും. teaches us. അതാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. The Bible says, if my words live in you and if you abide in me, your prayer will be answered. ഓ ദൈവവചനം പറയുന്നു, നിങ്ങളിൽ എന്റെ വചനം നിങ്ങളിൽ വസിച്ചാൽ നിശ്ചയമായിട്ട് നിന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ മറുപടി തരും. Hallelujah. The just shall live by faith. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. That faith is not dependent on how good you are. Your faith is dependent on how good God is. ആമേൻ. ആ വിശ്വാസം നമ്മൾ എത്ര നല്ലവരാണെന്നുള്ളതല്ല, ദൈവം എത്ര നല്ലവനാണെന്നുള്ള വിശ്വാസമാണ്. Are you with me, people of God? മനസ്സിലാകുന്നുണ്ടോ? Or if you are depressed, അതുകൊണ്ട് നിങ്ങൾ if you are നിരാശരാണെങ്കിൽ, lonely, നിങ്ങൾ if you ഏകാന്തരാണെങ്കിൽ, think that you are being misunderstood, നിങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു call ചിന്തിക്കുന്നെങ്കിൽ, upon the name of Jesus. യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കാം. And in the name of Jesus, God will listen to your prayer. യേശുവിന്റെ നാമത്തിൽ വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. Probably you are the most misunderstood person sitting in the church, but when you call upon the name of Jesus, He will listen to your prayer and release you, heal you, and provide for you, and do all that He can. ആമേൻ ആമേൻ. ഒരുപക്ഷേ സഭയിലിരിക്കുന്ന, ചർച്ചിലിരിക്കുന്ന ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ട വ്യക്തിയായിരിക്കാം നിങ്ങൾ. എങ്കിലും യേശുവിന്റെ നാമം നിങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി നിങ്ങളെ അനുഗ്രഹിക്കും, സമാധാനം നൽകും, സൗഖ്യമാക്കും, വിടുവിക്കും. Somebody shout an amen. ആമേൻ. Hallelujah. ഹല്ലേലൂയ. Praise the Lord. Praise the Lord. That is what Paul said here. My righteous one shall live by faith. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പ്രത്യേകമായി എഴുതിയിരിക്കുന്നു, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. It says my righteous one. ഹല്ലേലൂയ. അവിടെ പറഞ്ഞു എന്റെ നീതിമാൻ. There are two kinds of righteous people. രണ്ട് തരത്തിലുള്ള One നീതിമാന്മാരുണ്ട്. kind of righteous people are those who are self-righteous. ഒന്ന് സ്വയനീതിയുള്ളവർ. If I am self-righteous, ഞാൻ സ്വയനീതിയുള്ളവനാണെങ്കിൽ, Pastor George Samuel is never enough. ഹല്ലേലൂയ, ഈ സഹോദരൻ പാസ്റ്റർ ജോർജ് സാമുവൽ പോരാ. Pastor Thomas George is never good. ഓ പാസ്റ്റർ തോമസ് ജോർജ് പോരാ. There's always some fault with them. അദ്ദേഹത്തിൽ എന്തോ ഒരു കുറവുണ്ട്. Because I am looking at them with my own righteousness. കാരണം എന്റെ സ്വന്തം നീതിയിലാണ് ഞാൻ അവരെ നോക്കുന്നത്. I'm saying, look at me. എന്നെ നോക്ക്, I'm a nice guy. ഞാൻ നല്ലവനാണ്, I am okay. എനിക്ക് കുഴപ്പമില്ല. Oh, these are bad people. ഇവരെ കൊള്ളത്തില്ല, They are not coming up to my level. എന്റെ ലെവലിന് അവർ ഉയർന്നു വരുന്നില്ല. That is the problem with the Pharisees. ഇതാണ് പരീശന്മാരുടെ പ്രശ്നം. But those who have the righteousness of Jesus, എന്നാൽ യേശുവിന്റെ നീതിയുള്ളവർ, oh, I got a wonderful brother. എനിക്കൊരു നല്ല സഹോദരനുണ്ട്, I got another wonderful brother. മറ്റൊരു നല്ല സഹോദരനുണ്ട്. They may have drawbacks, അവർക്ക് കുറവുണ്ടെങ്കിലും, but in their drawback, I see Jesus on them. ആമേൻ, അവർക്ക് കുറവുണ്ടെങ്കിലും ആ കുറവിന്റെ നടുവിൽ യേശുവിനെ ഞാൻ അവരിൽ കാണുന്നു. Therefore, I am not going to accuse them. അതുകൊണ്ട് ഞാൻ അവരെ I'm കുറ്റപ്പെടുത്തത്തില്ല, not going to find fault with them. ഞാൻ അവരുടെ കുറ്റം കണ്ടുപിടിക്കത്തില്ല. Because I am living by the righteousness of Jesus. They also are living by the righteousness of Jesus. Amen. The righteous shall live by faith. ആമേൻ ആമേൻ. ഞാൻ യേശുവിന്റെ നീതിയാൽ ജീവിക്കുന്നതുകൊണ്ട് അവരും യേശുവിന്റെ നീതിയാൽ ജീവിക്കട്ടെ, അവരിൽ ഞാൻ കുറ്റം കണ്ടുപിടിക്കത്തില്ല. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. Hello. Praise the Lord. We can always criticize people because they don't come up to our level. മറ്റുള്ളവർ നമ്മുടെ നിലവാരം അനുസരിച്ച് എത്തുന്നില്ലെന്ന് പറഞ്ഞ് നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ പറ്റും. I can't fellowship with that brother. ഹല്ലേലൂയ. ഈ സഹോദരനുമായിട്ട് എനിക്ക് ഒന്നിച്ചു പോകാൻ പറ്റുന്നില്ല. He's a sinner. അദ്ദേഹം ഒരു പാപിയാണ്. I am
the only righteous person in the whole world. ഓ ലോകത്തിലെ ഏക നീതിമാൻ ഞാനാ. I can't agree with that. എനിക്ക് അവരോട് ഈ കാര്യത്തിൽ എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. That's the same attitude the Pharisees had. അതേ മനോഭാവമായിരുന്നു പരീശന്മാർ. Oh, I can't mix with that sinner. ആ പാപിയോട് എനിക്ക് കൂടാൻ പറ്റുന്നില്ല. Oh, that rebellious person, I can't mix with that person anymore. ഈ മറുതലിപ്പുകാരനോട് ഒരിക്കലും എനിക്ക് കൂടാൻ പറ്റത്തില്ല. Jesus said, no, I came into the world for the lost sheep. Hello. ആമേൻ ആമേൻ. യേശു പറഞ്ഞു നഷ്ടപ്പെട്ടു പോയ ആടിനെ നോക്കിയാണ് ഞാൻ ഈ ലോകത്തിൽ ഇറങ്ങി വന്നത്. That is the righteousness of Jesus Christ. അതാണ് യേശുവിന്റെ നീതി. Is somebody understanding what I'm saying? പറയുന്നത് മനസ്സിലായോ? Church, prepare yourself for a great harvest. I'm telling you, in the spirit, receive it in Jesus' name. ആമേൻ. സഭയെ നിങ്ങളുടെ വലിയ കൊയ്ത്തിനായിട്ട് ഒരുങ്ങുക. യേശുവിന്റെ നാമത്തിൽ ഈ നീതി നിങ്ങൾ സ്വീകരിക്കുക. God is going to bring his children into the church. തന്റെ കുഞ്ഞുങ്ങളെ ദൈവസഭയിൽ They കൊണ്ടുവരും. may not be perfect according to our righteousness, but he is going to make them perfect according to his righteousness. നമ്മുടെ നീതി പ്രകാരം അവർ നീതിയുള്ളവരായിരിക്കില്ല, എന്നാൽ ദൈവത്തിന്റെ നീതി പ്രകാരം ദൈവം അവരെ നീതിമാന്മാരാക്കും. The Pharisees were really good people. നിങ്ങൾ ചിന്തിക്കാൻ നമ്മൾ മനസ്സിലാക്കണം, പരീശന്മാർ നല്ലവരാണ്. They were very educated. അവരുടെ വിദ്യാഭ്യാസമുള്ളവരാണ്. Probably in today's standards, they would have got a double MDiv and whatever. Very, very educated people. അവർക്ക് ഒത്തിരി ഡിഗ്രികളൊക്കെ അത്രത്തോളം They പഠിത്തമുള്ളവരാണ്. could never understand Jesus. എങ്കിലും യേശുവിനെ അവർക്ക് മനസ്സിലായില്ല. Why is this fellow, this son of a carpenter, mixing with ordinary people like fishermen? How can he mix with them? Why doesn't he come and mix with us? We are holy people. We are wonderful people. He is not mixing with us. He must be a bad fellow. Church, we stand for Jesus and his claim, not the Pharisee. ആമേൻ ആമേൻ ആമേൻ. ഹല്ലേലൂയ. പരീശന്മാർ ചിന്തിച്ചു കാണും, ഹല്ലേലൂയ സ്തോത്രം, ഈ തച്ചന്റെ മകൻ ഇവർ ഈ പാപിയുടെ കൂടെ വേശ്യയുടെ കൂടെ ഒക്കെ എന്തിനാണ് ഇവരോട് തിന്നാനും കുടിക്കാനും ഒക്കെ പോകുന്നത്? ഞങ്ങളെ സമൂഹത്തിലെ എത്ര പഠിത്തമുള്ളവർ, എത്ര മാന്യതയുള്ളവർ, ഞങ്ങളുടെ കൂടെ എന്താണ് യേശു വരാത്തത്? ഇന്ന് ഇങ്ങനെ ഇവർ ചിന്തിക്കുകയാണ്. Hallelujah. Praise the Lord. How many of you are with us when we preach the word of God? ദൈവവചനം പ്രസംഗിക്കുമ്പോൾ എത്ര പേർ നിങ്ങൾ ചേർന്ന് പോകുന്നുണ്ട്? Are you understanding something about Jesus today? യേശുവിനെ പറ്റി നിങ്ങൾ It മനസ്സിലാക്കുന്നുണ്ടോ? is this righteousness which God wants us to have. നമുക്ക് ഈ നീതിയാണ് വേണ്ടത്. This church stands for that righteousness. ഈ നീതിക്ക് വേണ്ടിയാണ് ഈ സഭ നിൽക്കുന്നത്. Hallelujah. Praise the Lord. So the law cannot help you. Your own goodness cannot help you. Only the righteousness of God can help us to be what God wants us to be. ആമേൻ ആമേൻ ആമേൻ. ന്യായപ്രമാണം നമ്മുടെ നീതി നമ്മൾ നിൽക്കത്തില്ല, നമ്മുടെ സ്വയം നീതി നിൽക്കത്തില്ല. യേശു ക്രിസ്തുവിൽ കൂടി നമുക്ക് സൗജന്യമായി നിൽക്കുന്ന ദൈവിക നീതി മാത്രമേ നമ്മൾ നിൽക്കേണ്ടിടത്ത് നിൽക്കുവാൻ നമ്മളെ But we സഹായിക്കുകയുള്ളൂ. have to come to the point right now. ഞാൻ പോയിന്റിലേക്ക് വരട്ടെ. This faith can be exercised only this righteousness can be exercised only through faith. ആമേൻ. ഈ നീതിയെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ, അതിനെ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ വിശ്വാസത്താലേ സാധിക്കൂ. Let's say, supposing, let's say this here is a drunkard, let us say. ചിന്തിക്കുക, ഇവിടെ ഒരു കുടിയനായ മനുഷ്യൻ. God forbid. Okay. ഹല്ലേലൂയ. Now I need to love him. അല്ലല്ല, എനിക്ക് ഈ കുടിയനെ സ്നേഹിക്കണം. I need to tell him, brother, God loves you. ആമേൻ. സഹോദര, കർത്താവ് നിന്നെ സ്നേഹിക്കുന്നത് എനിക്ക് സഹോദരനോട് പറയണം. When I say that, ഞാനത് പറയുമ്പോൾ the entire society is looking at me. ആമേൻ, സമൂഹം മുഴുവൻ എന്നെ ഇങ്ങനെ നോക്കുക. Pastor, are you going into the liquor shop to save a soul? What will people think of your reputation? ഓ പാസ്റ്റർക്ക് ഒരു മാന്യതയൊക്കെ ഇല്ല, ഈ കള്ളുഷാപ്പിൽ പോയിട്ട് ഈ പാപിയെ രക്ഷിക്കാൻ പോവാന്നോ? The Bible also says, ദൈവവചനവും പറയുന്നില്ല, you shall not sit with the mockers. നിങ്ങൾ പരിഹാസ്യരോട് ഇരിക്കരുത്. Are you ministering according to the word of God? ദൈവവചന പ്രകാരമാണോ നിങ്ങൾ ശുശ്രൂഷിക്കുന്നത്? Hello. ഹല്ലേലൂയ. Let me ask you a question. ഞാൻ ചോദിക്കട്ടെ, How many of you will get offended if you find me in a, my God, it's difficult to say some things on the internet. You don't know how it will get translated. But let me ask you a question. How many of you get shocked when somebody comes and tells you, your pastor was found in the bar? പാസ്റ്റർ ഞാൻ മദ്യശാലയെ കണ്ടെന്ന് ആരെങ്കിലും വന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് അത്ഭുതം തോന്നും? എത്ര പേര് ഞെട്ടും. ആമേൻ. Nobody will be shocked. ആർക്കും ഷോക്ക് I ഉണ്ടാകും. thank God for the church. ആമേൻ. സഭയ്ക്കായി സ്തോത്രം. Because Jesus never hated the sinner, he hated sin. ആമേൻ. മനസ്സിലാക്കണം, യേശു കർത്താവ് ഒരിക്കലും പാപിയെ വെറുത്തില്ല, പാപത്തെ യേശു എപ്പോഴും വെറുത്തു. All those Pharisees are waiting to find fault with Jesus. ഈ പരീശന്മാരെല്ലാം ഭൂതകണ്ണാടി വെച്ച് യേശുവിന്റെ കുറ്റം കണ്ടുപിടിക്കാൻ He said that. Hallelujah. Praise the Lord. Hallelujah. Where will this fellow make a mistake? ഹല്ലേലൂയ. ഇവനെ കുറ്റം കണ്ടുപിടിക്കണം. Where will he make a mistake? എവിടെയാണ് കുറ്റം? He was found alone with a girl. ഓ നോക്കണേ, ആ സ്ത്രീയുമായിട്ട് Hallelujah. How to write something against him? ഇവരെതിരെ എങ്ങനെ നമ്മൾ ഒരു ചുവരെഴുത്തെഴുതും? You think Jesus cared? യേശു പേടിച്ചോ? I've come to do my Father's will. യേശു പറഞ്ഞു, എൻ്റെ പിതാവിന്റെ ഇഷ്ടമാണ് ചെയ്യുന്നത്. And I'm coming to do it by the faith of God. ദൈവത്തിന്റെ വിശ്വാസത്താലാണ് ഞാൻ ചെയ്യുന്നത്. Is somebody answering what I'm saying? ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? If you're not understanding, please lift your hands and praise God. ഹല്ലേലൂയ. മനസ്സിലാകുന്നില്ലെങ്കിൽ കരം ഉയർത്തി കർത്താവിനെ സ്തുതിക്കണം. Some of you are not able to flow along
with me with the flow of the Spirit. ഹല്ലേലൂയ. ശരിയായിട്ട് വചനം ഗ്രഹിച്ച് മുന്നോട്ട് പോകാൻ I ആർക്കെങ്കിലും know the reason കഴിയാതിരിക്കുന്നു. for that. അതിന്റെ കാരണം അറിയാം. We are shortly going to finish that in Jesus' name. ആമേൻ ആമേൻ. അത് പെട്ടെന്ന് നിർത്തും. ആമേൻ. So we are called to exercise the righteousness of Jesus by faith, or other words, we can exercise His righteousness only through faith. ആമേൻ. യേശുവിന്റെ വിശ്വാസം, ഹല്ലേലൂയ സ്തോത്രം, അതിനെ നമ്മൾ അനുകരിക്കുവാൻ വിളിക്കപ്പെട്ടതാണ്. അത് യേശുവിലുള്ള വിശ്വാസത്താൽ മാത്രമേ നമ്മുടെ നീതി നമുക്ക് നിലനിർത്താൻ പറ്റത്തുള്ളൂ. Hallelujah. So faith is against self-righteousness. ആമേൻ ആമേൻ. വിശ്വാസം സ്വയനീതിക്ക് എതിരാണ്. And now we go to the last one. അവസാനത്തേതിലേക്ക് പോകാം. Let's go to Hebrews chapter 10. I'll tell you, 10:38. ആമേൻ. എബ്രായ ലേഖനം 10:38. Hallelujah. Let's read that. നമുക്കത് വായിക്കാം. Hebrews 10:38. Thank you Jesus. Hallelujah. Praise you Jesus. Thank you, bless the Lord. അനുഗ്രഹിക്കണേ. Isn't that beautiful? മനോഹരമല്ലേ ഈ വാക്യം? Faith of the righteous is against going away from the presence of God. ആമേൻ ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. അതെ, നീതിമാന്റെ വിശ്വാസം. I'll tell you, are you understanding this? മനസ്സിലായോ? ഹല്ലേലൂയ. Your faith or the faith of the righteous comes out only when you decide to go a step forward. God has no pleasure in those who go away, whatever the reason it may be. ആമേൻ ആമേൻ. എന്ത് കാരണം കൊണ്ടും പിന്മാറി പോകുന്നവനിൽ അല്ല, ഒരു ചുവട് മുന്നോട്ട് എടുക്കുന്നവനിൽ മാത്രമേ നീതിമാന്റെ വിശ്വാസം വ്യാപരിക്കുകയുള്ളൂ. God is pleased only when you move forward, not behind. ആമേൻ. പുറകോട്ട് നിൽക്കുമ്പോഴല്ല, മുമ്പോട്ട് പോകുമ്പോഴേ ദൈവത്തിന്റെ കൃപ നമ്മുടെ വെളിപ്പെടുകയുള്ളൂ. Church, are you with me? നീതി. ആമേൻ. It sounds very strange. ആമേൻ. നമുക്ക് വളരെ സ്ട്രേഞ്ച് ആയിട്ട് തോന്നാം. A lot of people have taken steps forward, അനേകർ മുന്നോട്ട് ചുവടെടുത്തിട്ടുണ്ട്. but they get into some trouble. എന്നാൽ ഒരു ബുദ്ധിമുട്ടിൽ അകപ്പെടും. They say, finished. ഓ മതി, I'm not going again with the Lord. ഞാൻ വീണ്ടും കർത്താവിലേക്ക് പോകുന്നില്ല. I'm not with the Lord anymore. ഓ ഞാൻ കർത്താവുമായിട്ടുള്ള കൂട്ടായ്മ Of course, I have a secret desire with God. My God is always with me, but I am not going to go forward in the ministry. Finished. ആമേൻ. രഹസ്യമായിട്ട് എനിക്ക് കർത്താവിനോട് വലിയ താല്പര്യമുണ്ട്, എന്നാൽ ശുശ്രൂഷ ഞാൻ മുന്നോട്ട് പോകുന്നില്ല. God is not happy with that. അങ്ങനെയുള്ള വ്യക്തിയിൽ ദൈവത്തിന് സന്തുഷ്ടയില്ല. My just shall live by faith. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. No matter what happens, I am going to take a step forward. എന്ത് സംഭവിച്ചാൽ ഞാൻ വിശ്വാസം മുന്നോട്ട് പോവുകയാണ്. No matter whatever happens, even when I am preaching here, I can sense the devil sending me darts and darts and darts, but I am standing here and preaching the word of God. Hallelujah. ആമേൻ ആമേൻ. ഹല്ലേലൂയ. വചനം പ്രസംഗിക്കുമ്പോൾ ഈ വചനത്തെ എതിർക്കുന്ന പിശാചി ശക്തികളുണ്ട്, എങ്കിലും ഞാൻ സത്യമായിട്ട് ദൈവവചനം പ്രസംഗിക്കുക. For I know the plans God has for me, plans of good and not of evil, to give me a future and a hope. ആമേൻ. ദൈവം എനിക്ക് വേണ്ടി നിരൂപിച്ചിരിക്കുന്ന ആ നിർണയങ്ങൾ ഒരു ഭാവി തരാനാണ്, ശുഭഭാവി തരാൻ വേണ്ടിയിട്ടാണ്, തിന്മയ്ക്കല്ല. God has told me to stand here and preach the word of God. I am doing by faith. ഓ ഇവിടെ നിന്ന് ദൈവവചനം പ്രസംഗിക്കാൻ ദൈവം പറഞ്ഞ് ഞാൻ വിശ്വാസത്താൽ ചെയ്യുക. It is because I want to go forward in the faith. കാരണം എനിക്ക് വിശ്വാസം മുന്നോട്ട് പോകണം. In real faith, if you don't take a step forward, you are going back. ഹല്ലേലൂയ. യഥാർത്ഥ വിശ്വാസത്തിൽ മുന്നോട്ട് പോയില്ലെങ്കിൽ നിങ്ങൾ പുറകോട്ട് പോവാം. If you have a difference with the man of God, you should go and speak it to him. ദൈവദാസനോട് അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിൽ അവരോട് സംസാരിക്കണം. If you have a difference with some man or woman, go and speak to them. ഒരു സഹോദരനോടോ സഹോദരിയോടോ അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിൽ അവരോട് പോയി നേരിട്ട് സംസാരിക്കണം. If they don't want to listen to you, just leave them and go. ഹല്ലേലൂയ. അവർക്ക് നിങ്ങളെ കേൾക്കണ്ടായെങ്കിൽ നിങ്ങൾ പോവുക. Do not let your conscience be caught with something that somebody said. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതിനെ ആശ്രയിച്ച് നിങ്ങളുടെ മനസ്സാക്ഷി ഹല്ലേലൂയ അത് തെറ്റാകരുത്. Church, in 2013, 2013 I must have heard so many allegations against myself. എനിക്കെതിരായി ഒരുപാട് അപശ്രുതികൾ ഞാൻ കേട്ടു. Some of the people tell, Pastor, look into that side, look into this side. I said, I don't have time to look into all these things. ചിലർ പറഞ്ഞു ആ സൈഡിലൊന്നും നോക്കി, ഈ സൈഡിലൊന്നും, ഞാൻ പറഞ്ഞു ഇതിലൊന്നും നോക്കാൻ എനിക്ക് സമയമില്ല. I am interested in another side called the Bible side. എനിക്ക് ബൈബിൾ സൈറ്റിൽ നോക്കാനാ താല്പര്യം. That is my interest. അതാണ് എന്റെ താല്പര്യം. In spite of that, even then the devil tried to bring in through some innocent people. Devil tried to, Pastor, this is what they said about you. This is what I said. I don't want to listen to that. Take it away from me. ഇതിനെല്ലാം ഉപരിയായി ചില നിഷ്കളങ്കരായ മക്കളെ കൂടെ എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഇത് നോക്കാം, ഇന്നേ പാസ്റ്ററെ പറ്റി ഇങ്ങനെ എഴുതിയിരിക്കും, ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ന് നോക്കാൻ സമയമില്ല. They were innocent people. അവർ സാധുക്കളാണ്. They think they love me, so they are trying to tell me everything that what somebody said. I said, I don't want to listen to all this. അവരെന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് എന്നോട് ഇതൊക്കെ പറയണത് അവരുടെ ഉത്തരവാദിത്തമാണെന്ന് അവർ ചിന്തിച്ച് പറഞ്ഞു. Because they love me, they come and tell me all these things. അവർ സ്നേഹിക്കുന്നതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞത്. But because God has trained me, I said, hey, I don't have time for all these things. ദൈവം എന്നെ പരിശീലിപ്പിച്ചിരുന്നതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് സമയമില്ല. I am trained to go forward. മുന്നോട്ട് പോവാൻ ഞാൻ When I go forward, I see more of God's pleasure in my life. ആമേൻ ആമേൻ. ഹല്ലേലൂയ. ഞാൻ വിശ്വാസം മുന്നോട്ട് പോകുമ്പോൾ അധികം ദൈവപ്രസാദം എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണുക. Church, last year was a breaking year for me. ഹല്ലേലൂയ. കഴിഞ്ഞ വർഷം ഒരു ബ്രേക്കിന്റെ ഇയറായിരുന്നു. Last year also was a time we started moving out into different nations of the world. ആമേൻ. അനേക ദേശങ്ങളിലേക്ക് നമ്മൾ കർത്താവിന്റെ സുവിശേഷമായി പോയ വർഷമാണ്. Whenever there is a drawback, എപ്പോഴും ഒരു കുറവുണ്ടോ, remember there is going to be lifting up. ആമേൻ. ഒരു ഉയർച്ച അതിന്റെ പിന്നാലെ വരുന്നുണ്ട്. How many of you know this particular thing we have in India, or in Pakistan too, you pull it back
David's, what do you call it? അമ്പും വില്ലുമാണ്. Not ambubillu. അല്ല സ്ലിംഗ് സ്ലിംഗ് Okay, let's think of the bow and arrow. How many of you know the bow and arrow? എത്ര പേർക്ക് പോകാൻ ആരോ അറിയാം? Before the arrow goes forward, you have to pull it back. ആമേൻ ആമേൻ ഹല്ലേലൂയ സ്തോത്രം. അമ്പ് മുൻപോട്ട് പോകുന്നതിന് മുമ്പ് വില്ല് കുലയ്ക്കണം, അത് പുറകോട്ട് In the same way, many of you are like that. സ്തോത്രം. നിങ്ങൾ പലരും അങ്ങനെയാ. The Lord has to pull you back. ദൈവം നിങ്ങളെ പുറകോട്ട് വലിച്ചേ പറ്റൂ. Ready? People, are you ready? ആമേൻ. നിങ്ങൾ ഒരുക്കമാണോ? I'm going to target you at the enemy. Get ready. ഹല്ലേലൂയ. ശത്രുവിന് നേരെ ഞാൻ നിന്നെ ടാർഗറ്റ് ചെയ്യുക. Right now, I'm pulling you back. ഇപ്പോൾ നിന്നെ പുറകോട്ട് പിടിക്കുക. I'm going to release you. ഇപ്പോൾ നിന്നെ വിടും. When you're released, you'll go and hit the enemy, destroy the Goliath. ആമേൻ ആമേൻ ആമേൻ. തിരികെ കർത്താവ് അങ്ങോട്ട് റിലീസ് ചെയ്ത് വിടുമ്പോൾ വലിയ ശക്തിയോടെ ആ ദുഷ്ടന്റെ നെഞ്ചത്തി എന്ന് തറച്ച് ആ ഗോലിയാത്ത് നിലംപരിയാകും. Sometimes you think nobody loves me, ചിലപ്പോൾ വിചാരിക്കും ആരും എന്നെ nobody സ്നേഹിക്കുന്നില്ല, understands me, ആരും എന്നെ മനസ്സിലാക്കുന്നില്ല, nobody cares for me. ആരും എന്നെ കരുതുന്നില്ല. I want you to know you are in the hand of Almighty God, ഓ നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങൾ സർവശക്തന്റെ കരങ്ങളിലാണ്. pulling you back to release you. നിന്നെ മുന്നോട്ട് വിടാൻ, നിന്നെ പുറകോട്ട് പിടിക്കുക. Church, the more you are pulled back, more the power will be. അല്ലെങ്കിൽ എത്രയോ നിങ്ങളെ പുറകോട്ട് പിടിക്കുന്നു, അത്രയും ശക്തിയോടെ നിങ്ങൾ മുന്നോട്ട് പോകും. Are you with me, people of God? മനസ്സിലാകുന്നുണ്ടോ? The more you are pulled back, എത്രയും പുറകോട്ട് പിടിക്കുന്നു. the Lord is preparing you. നിങ്ങളെ ഒരുക്കുകയാണ്. When you are pulled back നിങ്ങളെ പുറകോട്ട് പിടിക്കുമ്പോൾ, on the bow, ഹല്ലേലൂയ, ആ പുറകോട്ട് പിടിക്കുമ്പോൾ somebody comes and sharpens that arrow. ആമേൻ ആമേൻ. ആ അമ്പിനെ ഒരാൾ വന്ന് മിനുക്കുക. Because if you go and hit somewhere Hallelujah. Praise the without sharpness, it will not fulfill the Praise the Lord. purpose. തക്ക മൂർച്ചയില്ലാതെ വേറെ നിന്ന് തറച്ചാൽ ഉദ്ദേശം പൂർത്തിയാവുകയില്ല. Hallelujah. Amen. So even when you are on the bow, ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ വില്ലിലായിരിക്കുമ്പോൾ തന്നെ God comes and shapes you out. ദൈവം നിങ്ങളെ മിനുക്കിയെടുക്കും. Some of you ask, നിങ്ങൾ ചോദിക്കും, Pastor, why can't God prepare the bow first and the arrow first? പാസ്റ്റർ എന്തുകൊണ്ടാണ് ഈ അമ്പും വില്ലും മുന്നമേ ഒരുക്കാത്തെ? Hallelujah. Praise the Lord. Praise the Lord. സ്തോത്രം. I'll tell you an answer. ഞാൻ ഉത്തരം പറയാം. God's ways are not our ways. നമ്മുടെ വഴിയല്ല ദൈവത്തിന്റെ വഴി. God's plans are not our plans. ദൈവത്തിന്റെ പദ്ധതി നമ്മുടെ പദ്ധതി അല്ല. I've been asking the Lord this question many times. പലപ്പോഴും ഞാൻ കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്. He said, your ways are not my ways. നിന്റെ വേ അല്ല എന്റെ വേ. Your plans are not my നിന്റെ plans. പദ്ധതി അല്ല എന്റെ പദ്ധതി. Your job is to make yourself ready as an arrow in my bow. ആമേൻ ആമേൻ. നീ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. എന്റെ വില്ലിനകത്ത് കുലയ്ക്കപ്പെടുവാൻ ഒരു മിനുക്കിയ അമ്പായി നീ ഒരുക്കപ്പെട്ടാൽ മാത്രം മതി. Hallelujah. Hallelujah. Praise the Lord. Praise the Lord. Hallelujah. Amen. Sorry. Thank you, Lord. Praise the Lord. Thank you, Jesus. Something in our mouth. Listen. ശ്രദ്ധിക്കണമേ. Hallelujah. Hallelujah. When you are in the quiver or in the bow, നിങ്ങൾ ആ വില്ലിനകത്തായിരിക്കുമ്പോൾ that is the time God shapes you. അവിടെയാണ് ദൈവം നിങ്ങളെ മിനുക്കുന്നത്. But when the shaping is going on, ആ മിനുക്കം കഴിയുമ്പോൾ there will be lot of pain. ഒത്തിരി വേദന തോന്നും. Are you with me, people of God? മനസ്സിലാകുന്നുണ്ടോ? Many people at that time say, Lord, I am useless. അപ്പോൾ അനേകരും പറയും എന്നെ കൊണ്ട് പ്രയോജനമില്ല. The pain is too much. ഒത്തിരി വേദനയാ. Please take me away from this ministry. ശുശ്രൂഷ തന്നെ അങ്ങ് മാറ്റി കർത്താവേ. Please take me away from this church. ഈ സഭയിൽ തന്നെ അങ്ങ് മാറ്റി കർത്താവേ. Take me somewhere far away. ദൂരെയെങ്കിലും കൊണ്ടുപോ കർത്താവേ. God says, my child, my righteous one shall live by faith. Stand and be where God wants you to be. ആമേൻ. കർത്താവ് പറയും, എൻ്റെ മോനെ, എൻ്റെ നീതി വിശ്വാസത്താൽ ജീവിക്കും. നീ നിൽക്കുന്നിടത്ത് നീ വിശ്വാസത്താൽ നിൽക്കുക. Somebody shout an amen. Because I am shaping you for something awesome. കാരണം ശ്രേഷ്ഠമായ ചിലതിനു വേണ്ടി ഞാൻ നിന്നെ മിനുക്കി എടുക്കുക. Once the arrow hits the target, ഒരിക്കൽ ഈ അമ്പ് ആ ടാർഗറ്റിനെ ഹിറ്റ് ചെയ്താൽ, when the water begins to come out, അതിൽ നിന്ന് വെള്ളം പുറപ്പെടുമ്പോൾ some people are going to drink and be happy and released in the name of Jesus. അനേകരും വെള്ളം കുടിച്ച് തൃപ്തി പ്രാപിച്ച് യേശുക്രിസ്തുവിൽ സ്വാതന്ത്ര്യം So അനുഭവിക്കും. my brothers and sisters, it is worth all the trouble that you are going through in the arrow of the Lord. Praise the Lord. ദൈവത്തിന്റെ ഒരു അമ്പായി നീ കടന്നു പോകുന്ന എല്ലാ പ്രതികൂലങ്ങൾ എന്താണെങ്കിലും ഇതെല്ലാം വലിയ അനുഗ്രഹത്തിന് യോഗ്യമാണ്. It takes a lot of time for you to stand there by grace. അത് കൃപയാൽ നിൽക്കാൻ സമയമെടുക്കും. The devil tries to push you away. പിശാച് നിന്നെ തള്ളിമാറ്റാൻ The devil ശ്രമിക്കും. says it is useless. പിശാച് പറയും നിന്നെ കൊണ്ട് You ഗുണമില്ല. have been preaching for so many years. ഒത്തിരി നാൾ നീ പ്രസംഗിച്ചില്ല. What has the Lord done? ദൈവം എന്തോ ചെയ്തു? You know what I will tell him? ഞാൻ അതെന്ത് The പറയും? Lord is faithful to do his work. You shut up. ആമേൻ. ദൈവത്തിന്റെ വേല ചെയ്യാൻ ദൈവം വിശ്വസ്തനാ. നീ I said, മിണ്ടാതിരിക്കുക. I refuse to give up. അതുകൊണ്ട് ഞാൻ വിട്ടുകൊടുക്കത്തില്ല. I am with the Lord. He is shaping me for something even better. ശ്രേഷ്ഠമായതിനു വേണ്ടി കർത്താവിനെ ഒരുക്കാൻ ഞാൻ കർത്താവിന്റെ കൂടെ നിൽക്കും. Church, it takes extraordinary faith which only Jesus can give to stand as a quiver, as a bow, as an arrow. പ്രിയപ്പെട്ടവരെ, മിനുക്കി അമ്പായി നിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് അസാധാരണമായ വിശ്വാസം ആവശ്യമാണ്. ആ വിശ്വാസം യേശുവിന് മാത്രമേ നിങ്ങൾക്ക് തരാൻ പറ്റത്തുള്ളൂ. I want you to know many people have failed in this travel with Jesus. ഹല്ലേലൂയ. യേശുവുമായിട്ടുള്ള യാത്രയിൽ അനേകർ പരാജയപ്പെട്ടിട്ടുണ്ട്. But not us. എന്നാൽ നമ്മൾ Turn പരാജയപ്പെടുകയില്ല. to somebody next to you and say, I will live by faith. ഹല്ലേലൂയ. ഞാൻ വിശ്വാസത്താൽ ജീവിക്കും. I will live by ഞാൻ faith. വിശ്വാസത്താൽ ജീവിക്കും. I will live by ഞാൻ faith. ജീവിക്കും. I will live by faith. I will live by faith. I will live by ആമേൻ. faith. വിശ്വാസത്താൽ ജീവിക്കും. Hallelujah. Hallelujah. ആമേൻ.
We will go forward by faith. നമുക്ക് വിശ്വാസം മുന്നോട്ട് പോകാം. We will go forward by faith. നമ്മൾ മുന്നോട്ട് പോകും. We are not those who go back. നമ്മൾ പുറകോട്ട് പോകുന്നവരല്ല. We are those who go forward. നമ്മൾ മുന്നോട്ട് പോകുന്നവരാണ്. Hallelujah. Amen. The Lord is putting this in my heart. എൻ്റെ Again. ഹൃദയത്തിൽ ഈ ചിന്ത കർത്താവ് തരിക. Every time there is a setback, എപ്പോഴും ഒരു പിന്മാറ്റമുണ്ടോ? there is a larger moving forward. ഓ മുന്നോട്ടൊരു കുതിച്ചാട്ടമുണ്ട്. Every time there is a depression, എവിടെ ഒരു നിരാശയുണ്ടോ? there is something greater blessing. വലിയ അനുഗ്രഹം കാത്തിരിക്കുന്നുണ്ട്. Every time there is a disappointment, എപ്പോഴും ഒരു നിരാശയുണ്ടോ? there is a greater appointment in the ഒരു name of വലിയ അനുഗ്രഹം കാത്തിരിക്കുന്നുണ്ട്. Jesus. Our God is a good God. കാരണം നമ്മുടെ ദൈവം Hallelujah. Hallelujah. How Jesus Praise is the good God. നമ്മുടെ ദൈവം നല്ലവനാണ്. Come here, baby, come here. Hallelujah. Supposing I tell baby to play the drums. ഈ ഡ്രം പ്ലേ ചെയ്യാൻ ബേബിയോട് പറഞ്ഞാൽ But only Benji knows how to play drums. ബെഞ്ചിക്ക് അറിയത്തുള്ളൂ പ്ലേ ചെയ്യാൻ. Tell baby to play drums. ബേബി പ്ലേ ചെയ്താൽ I tell baby, come on, play like this. മോനെ ഇങ്ങനെ അടിക്കുന്നു പറഞ്ഞാൽ Baby says, Uncle, I don't feel like it. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. I said, don't worry about it. ഞാൻ പറഞ്ഞു സാരമില്ല. Baby says, what will Benji feel about it? ഓ ബെഞ്ചിക്ക് അങ്ങനെ എന്ത് I തോന്നുന്നു? said, Benji only likes you to do it. ബെഞ്ചിക്ക് അത് ഇഷ്ടമാണ് നീ ചെയ്യുന്നത്. He's your friend. അവൻ നിന്റെ സുഹൃത്താ. He says, no, yesterday in my dream I saw I should not play drums in the church. അല്ലെ ഇന്നലെ ഞാൻ സ്വപ്നത്തിൽ ഡ്രം അടിക്കില്ലെന്ന് ഞാൻ സ്വപ്നം കണ്ടു. I said, I don't believe in all these dreams. ഞാൻ പറഞ്ഞു ഇത് I ഞാൻ know what is from the Lord and what is not from the Lord. ഞാൻ പറയുന്ന ദൈവത്തിൽ നിന്നുള്ളത് എന്താ അല്ലാത്തത് എന്താ? Hallelujah. Amen. So all the hindrance is gone. തടസ്സം മാറി. Then I said, come on, put your hand here. ഞാൻ പറഞ്ഞു കയറി ഇവിടെ വെക്ക്. Take the stick. ഓ വടിയെടുക്ക്. Come on, start beating. അടിക്കാൻ തുടങ്ങ്. Uncle, I don't know anything. എനിക്കൊന്നും അറിയത്തില്ല. You know what I'll tell him secretly? ഞാൻ എന്ത് പറയുമെന്ന് അറിയാമോ? Dada, I also don't know anything. എനിക്ക് ഒന്നും അറിയത്തില്ലടാ. I'm standing here by faith because the Lord is with me. ആമേൻ. കർത്താവ് കൂടെ ഉള്ളത് ഞാൻ വിശ്വാസം നിൽക്കുന്നതേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായോ? Did you understand? Hallelujah. Praise the Lord. Hallelujah. Amen. I'm standing here not because I know something, but because I serve somebody who knows everything. ആമേൻ. എനിക്ക് എന്തെങ്കിലും അറിയാമായതുകൊണ്ടല്ല, എല്ലാം അറിയുന്ന ഒരുവൻ എന്നോട് കൂടെ നിൽക്കുന്നുണ്ട്, അതുകൊണ്ടാണ് നിൽക്കുന്നത്. Hallelujah. ആമേൻ. എന്തോ മനസ്സിലായി? Hallelujah. Hello. Praise the Lord. Amen. നമുക്ക് ഇറങ്ങി പുറപ്പെടണ്ടായോ? നമുക്ക് Many people are waiting. അനേകം കാത്തിരിക്കുക. They are waiting for some more qualification. അനേകം യോഗ്യത They കാത്തിരിക്കുന്നു. already have MDiv. ഹല്ലേലൂയ. ഇത്രത്തോളം ഉണ്ട്. They are looking for another graduation. വേറൊരു ഗ്രാജുവേഷൻ കാത്തിരിക്കുക. After that more graduation, അത് കഴിഞ്ഞ് they're waiting for finance in the bank. ഓ പണത്തിന് വേണ്ടി കാത്തിരിക്കുക. Then they're waiting for some organization to lift them and push them and pull them. ഏതെങ്കിലും ഒരു സംഘടന അവരെ നിറച്ച് അയക്കാൻ വേണ്ടി കാത്തിരിക്കുക. Children of God are not like that. ദൈവമക്കൾ അങ്ങനെയല്ല. They say, I know who has called me. എനിക്കറിയാം ആരാ എന്നെ വിളിച്ചത്. I know who has put me into the church. സഭയിൽ എന്നെ ആക്കിയതാരാന്ന് I know എനിക്കറിയാം. who has called me into the kingdom. ഓ ദൈവരാജ്യത്തിൽ എന്നെ ആരാ വിളിച്ചത് He എനിക്കറിയാം. is enough for me. അവൻ മതിയായവനാ. That is faith, people. അതാണ് വിശ്വാസം. That is faith which will overcome, make you to be overcomers in the world. അതാണ് ലോകത്തെ ജയിക്കുന്ന വിശ്വാസം. Hallelujah. ഹല്ലേലൂയ. Praise the Lord. Praise the Lord. It is this faith that God wants us to have. ഈ വിശ്വാസം നമുക്ക് ആവശ്യം. How many of you want this faith? എത്ര പേർക്ക് ഈ വിശ്വാസം Here is ആവശ്യമാണ്? the final clue today. എത്ര പേർക്ക് വിശ്വാസം ആവശ്യമാണ്? Lift your hands and praise the Lord. കരം ഉയർത്തി കർത്താവിനെ സ്തുതിക്കുക. The Lord fill you with His presence. ഈ തന്റെ സാന്നിധ്യം കൊണ്ട് ദൈവം നിങ്ങളെ